ഹായ് ഗായ്സ്, ഹാപ്പി വിഷുവിൻ്റെ അപ്പോൾ ഒരു വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വോയിസ് ഓവർ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തലേന്ന് തൊട്ട് തന്നെ പടക്കമെല്ലാം കൊളുത്തി ഞങ്ങൾ ആഘോഷം തുടങ്ങി. തലേന്ന് നമ്മൾ രാവിലെ പോയി കണിക്കൊന്നയെല്ലാം പറിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ തലേന്ന് വൈകുന്നേരം ഇതുപോലെ കുറച്ച് പടക്കം മേടിച്ചതിന് വെച്ചിട്ട് നമ്മൾ ആഘോഷമൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പടക്കമൊക്കെ കുറച്ച് അത്യാവശ്യം കൊളുത്തി. അപ്പോൾ അതിന് ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കുറച്ച് വീഡിയോ ആയിരുന്നു എടുത്തിരുന്നത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു പടക്കമായിരുന്നു കേട്ടോ ഞങ്ങൾ കൊളുത്തിയതിൽ. ഇത് മയിൽ എന്നാണ് അതിൻ്റെ പടക്കത്തിൻ്റെ പേര് പറഞ്ഞത്. അവർ 3 സൈഡ് കൂടിയും ഇങ്ങനെ വരും, മയിൽ പീലി വിടർത്തുന്ന പോലെ എന്നൊക്കെയാണ് പറഞ്ഞത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഞങ്ങളുടെ പാലക്കാട് ഈ വിഷുക്കണി വയ്ക്കുന്നതിന് മുൻപ് ഇങ്ങനെ പച്ചരിനെ വെള്ളത്തിലിട്ടിട്ട് അത് നമ്മൾ അരച്ച് അതുകൊണ്ട് ഇങ്ങനെ അണിയുമെന്ന് പറയും. അപ്പോൾ അതുപോലെ അമ്മയായിരുന്നു അണിയുന്നത്. അതെല്ലാം അണിഞ്ഞ് ഞങ്ങളങ്ങനെ രാത്രി കണി വയ്ക്കാൻ ഒരുങ്ങുമായിരുന്നു. അപ്പോൾ അത് ഉരുളിയിൽ കണിയെല്ലാം വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരുക്കുമായിരുന്നു. പിന്നെ കുറച്ച് അലങ്കാരപ്പണികളും അങ്ങനെയൊക്കെ ചെയ്തിട്ട് അന്ന് വൈകുന്നേരം എല്ലാവരും ഉറങ്ങിയതിന് ശേഷമായിരുന്നു ഞങ്ങളെ കണിയൊരുക്കൽ പരിപാടി. അങ്ങനെ കണിയൊരുക്കലെല്ലാം ഏകദേശം കഴിയാനായി. ഏകദേശം ഒരു 11 മണിയായി കണിയൊരുക്കി കഴിയുമ്പോഴേക്കും. അപ്പോൾ ഇതാണ് ഞാൻ ഒരുക്കിയ കണിയുടെ ഫൈനൽ ലുക്ക്. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. അങ്ങനെ അമ്മ വന്ന് രാവിലെ എല്ലാവരെയും വിളിച്ച് നടത്തി. ഏട്ടൻ ആദ്യക്കുട്ടനെയും ഉണർത്താൻ വേണ്ടി വരുമായിരുന്നു. അപ്പോൾ അവൻ വിളിച്ചിട്ട് എങ്ങനെ എണീക്കുന്നത്, അപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഇതവൻ്റെ 3ാമത്തെ വിഷുവാണ്. അങ്ങനെ എല്ലാവർക്കും അച്ഛൻ കൈനീട്ടം തരാനെല്ലാം തുടങ്ങി. അങ്ങനെ ഓരോരുത്തർക്കും കൈനീട്ടം വാങ്ങുന്നതൊക്കെയാണ് ഇതിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കൈനീട്ടമെല്ലാം മേടിച്ചിട്ട് പടക്കം പൊട്ടിക്കാൻ തുടങ്ങി. ആദ്യക്ക് ഭയങ്കര പേടിയായിരുന്നു പടക്കം പൊട്ടിക്കുന്നത്. തലേന്ന് രാത്രി പൊട്ടിക്കുന്ന സമയത്ത് അവൻ അടുക്കുന്നില്ലായിരുന്നു. പക്ഷേ രാവിലെ ഞാൻ എന്തെല്ലാമോ പറഞ്ഞ് അവൻ എടുത്തിട്ട് വന്നു. ഈ വിഷ്ണുചക്രം, കമ്പിത്തിരി, പൂക്കുറ്റി ഇങ്ങനത്തെയൊക്കെ പൊട്ടിക്കുമ്പോൾ അവൻ ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു. അടുത്തൊക്കെ ഭയങ്കര വലിയ സൗണ്ടുള്ള പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ അവന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും ഞാൻ പിന്നെ എടുത്ത് അവനടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കമ്പിത്തിരിയൊക്കെ കാണിച്ചപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അന്നത്തെ വിഷു രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഈ കണിയാണല്ലോ, ഇത് വന്നിട്ട് എൻ്റെ അമ്മ വീട്ടിലെ കണിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്മ വീട്ടിൽ പോയി എല്ലാവർക്കും കഴിഞ്ഞിട്ടെല്ലാം മേടിച്ചിട്ട് വന്നു. അങ്ങനെ ഇത്തവണത്തെ വിഷു ഞങ്ങൾ ഭയങ്കര ഹാപ്പി എൻജോയ് ചെയ്തു.